നമ്മൾ എപ്പോഴും പറയും വന്ന വഴി മറക്കരുതെന്ന്. അതുപോലെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു വഴിയുണ്ട്. ബിസിനസ് തുടങ്ങിയ സമയത്ത് ബാംഗ്ലൂരൊക്കെ പോയിട്ട് പല ഫാക്ടറികളിലും പല മില്ലിലും ഒക്കെ പോയിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. അങ്ങനെ എത്തിപ്പെട്ടതാണ് കൊക്കൂൺ അപ്പാരൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം. അവർ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, സ്കോട്ട് വിൽസൺ, വാരിയർ ഷർട്ട്സൊക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അത് 3 പേരാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. സന്ദീപേട്ടൻ, സനൂപ്, സായി അനൂപ്. അപ്പോൾ ഇവർ 3 പേരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് പല കാര്യങ്ങളും പറഞ്ഞു തരാനും അവർക്കൊരു ഇപ്പോൾ പലർക്കും ഇത് അവരുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞു തരാൻ മടിയുണ്ടായിരിക്കും. പക്ഷെ ഇവരൊരു മടിയും കൂടാതെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു ആൾക്കാരാണ്. അപ്പോൾ എന്താ പറഞ്ഞു വരണമെന്ന് വെച്ചാൽ, നമ്മൾ വന്നെത്തി നിൽക്കുന്നതിൻ്റെ പിന്നിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പല വഴി വന്നിട്ടുണ്ടായിരിക്കും. അതൊരിക്കലും മറന്നു പോകരുത്. അതിന് എത്ര ഇതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് ഹൈറ്റ്സിലെത്തിയാലും ആ വന്ന വഴിയിൽ നമ്മൾ കണ്ട ആൾക്കാരെ ഒരിക്കലും മറക്കരുത്. പിന്നെ നമ്മൾ പറയും ഒറ്റയ്ക്ക് ചെയ്തു എന്നുള്ളത്. നമുക്കങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ നേടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിലില്ല എന്ന് പറയും. കാരണം ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഒരു സ്റ്റാഫിൻ്റെ സപ്പോർട്ടായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഓരോ വഴിയിലും നമുക്ക് ഒരാൾ അല്ലെങ്കിൽ ആൾക്കാർ നമുക്ക് അവിടെ ഓരോ സ്റ്റെപ്പ് വെക്കാനും നമുക്കൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ നോ. നമുക്ക് താങ്ങാനോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിനോ നമുക്ക് ഒരാളെയോ അല്ലെങ്കിൽ ആൾക്കാരെയോ നമുക്ക് വേണ്ടി വരും. നമ്മൾ എത്ര ഉയരങ്ങളിലെത്തിയാലും നമ്മളൊരിക്കലും ആ വന്ന വഴിയിൽ കണ്ട ആൾക്കാരെ മറക്കാതിരിക്കുക.